ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കല്യാണത്തിന് പോവാണ് കേട്ടോ. കല്യാണത്തിന് പോവാണ്. എൻ്റെ അനിയത്തിൻ്റെ ഇളച്ചൻ കല്യാണം പെണ്ണെട്ടലാണ്, അതായത് ഇളച്ചൻ്റെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ അത് എവിടെയെന്ന് വെച്ചാൽ ഫറൂഖ് കോളേജാണ്. അപ്പോൾ ആലിയ മാറ്റിയതിൻ്റെ ശേഷമാണ് ചെരുപ്പിടണോ ഷൂ ഇടണോ എന്നൊക്കെ ചോദിച്ചാണ്ട് ഷൂ കഴുകുന്നുണ്ട്. ഞാനും ആഴ്ച ഇവിടെ നമ്മളെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ആദ്യാൻ്റെ കഴിഞ്ഞ് വാതിൽ പൂട്ടി ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ മരുമോൻ അവിടുന്ന് വരും ഓട്ടോറിക്ഷയിട്ട്. അപ്പോൾ നമുക്ക് അവർ വന്നാൽ ആ ഓട്ടോറിക്ഷയിൽ നമ്മളിങ്ങോട്ട് കയറും. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖമല്ല എല്ലാവർക്കും? വീഡിയോ ഇട്ടിട്ടൊന്നും ആരും കാണാനില്ല. വീഡിയോ ഒക്കെ കുറച്ച് പേരെ കാണുള്ളൂ. ഇന്നലെ നമ്മളൊരു കല്യാണത്തിന് പോയി. മക്കളെ കല്യാണത്തിന് പോയിട്ട് കല്യാണപ്പര കണ്ടുപിടിക്കാനും വേണ്ടിയിട്ട് ഇനി കുറേ തെരഞ്ഞു. ഇനി തരാനൊന്നും പാടില്ല. ആദ്യം മദ്രസയിൽ വന്നപ്പോൾ ഞങ്ങൾ ഇവിടെ ഇല്ല കേട്ടോ. ഞങ്ങൾ കല്യാണത്തിന് പോയി. ഞങ്ങൾ ഇവിടുന്നൊരു 7:30 പോയിട്ടുണ്ടാവും. പക്ഷെ തെരഞ്ഞ് 9 മണിയായിട്ട് ഞങ്ങൾ അവിടെ എത്തിയിട്ടില്ല. കല്യാണപ്പേരൻ്റെ തൊട്ടടുത്തിട്ട് വന്നുകൊണ്ട് അങ്ങോട്ട് തന്നെ തിരിച്ചു പോയി. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ താത്താക്കും അറിയില്ല, സാറിനും അറിയില്ല. രണ്ടാളും ഒരേ മൈഡി. രണ്ടാളത്ത് ലൊക്കേഷൻ ഉണ്ടായിരുന്നു. ആ ലൊക്കേഷൻ കയ്യോളം ഒരു പോകുണ്ടായിട്ടില്ലേ. ഉമ്മച്ചിക്ക പിന്നെ അറിയണുള്ളത്. ഞാനാണ് പിന്നെ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. ആയിഷ സാറിൻ്റെ കൂടെ ഞാനും മോളും എൻ്റെ വണ്ടി മേലാണ് കേട്ടോ. ബാപ്പു ഉണ്ടായിരുന്നു. 3-4 ദിവസമായിട്ട് ഒരു ഒഴിവില്ല. ഒരു പിന്നെ അമ്മായി ഇന്നാണ് അച്ഛനോല് പോയിട്ടുണ്ടാവും. അതിൻ്റെ പരിപാടിക്ക് പോയി. പിന്നെ നിക്കാഹ് ഉണ്ടായിരുന്നു, അതിന് പോയി. ഇന്നലെ രാത്രി ഒരു കല്യാണം ഉണ്ട്, അത് പോയി. ഇന്നിപ്പോൾ ഒരു കല്യാണം ഉണ്ട്, അത് കഴിഞ്ഞിട്ടൊരു കുടിരിക്കലുണ്ട്. അപ്പോൾ പരിപാടിയാണ്. ഒരാഴ്ചയായി അടുപ്പ് തീ ഒടിപ്പിച്ചിട്ട് തന്നെ പറയാം. പിന്നെ ഇവിടെ നിന്നോ ഞങ്ങൾ വെക്കുള്ള പരിപാടി. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? പിന്നെ നമ്മൾ കുറേ സ്ഥലത്തൊക്കെ ഇട്ട ഡ്രസ്സ് തന്നെയാണ് ഇട്ടിടുക. നമ്മളടുത്ത് അങ്ങനെ കൂടുതൽ ഡ്രസ്സും കാര്യങ്ങളൊന്നും ഇല്ല. ഞാനായാലും മക്കളായാലും നമുക്ക് ഏത് പരിപാടിക്ക് പോകുമ്പോൾ ഏത് ഡ്രസ്സാണോ നമുക്ക് കംഫർട്ട്, ആ ഡ്രസ്സ് ഇട്ടാണ് നമ്മൾ പോകും. ഇനി പുതിയതുണ്ടെങ്കിലും നമുക്ക് ഏതാ ഇഷ്ടം വെച്ചാൽ അതിട്ട് പോവലാണ് കേട്ടോ. ആശാക്ക് ഇതാ ഇഷ്ടം, അതിട്ടു. എനിക്കിത് ഇതാണ് ഇഷ്ടം, അതിട്ടു. അങ്ങനെയൊക്കെ ആലിയാൻ്റെ ഡ്രസ്സ് ആലിയാക്ക് ഇഷ്ടം, അങ്ങനെ ആദ്യം അതിട്ടു. അപ്പം ഇന്നലെ അവിടെ ചെന്നപ്പോൾ പുതിയണ്ണിൻ്റെ എൻ്റെ ഒരേ ഡ്രസ്സല്ലേ. അങ്ങനെ പിന്നെ അതവിടെ പോയി. ഇനി പിന്നെ കിട്ടിയതാ. പിന്നെ എനിക്കൊരു മൊമെൻ്റോ കിട്ടുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ. അതിലെല്ലാവരും എനിക്ക് പേഴ്സണലായിട്ട് വിളിച്ച് ചോദിച്ചിരുന്നു. പിന്നെ എന്താ പറയുക, കമൻറ്റും ഉണ്ടായിരുന്നു വീഡിയോൻ്റെ അടിയിൽ. എല്ലാവരും ചോദിച്ചിരുന്നു കേട്ടോ, ലൈവിലും ചോദിച്ചിരുന്നു. അതെങ്ങനെയാണ് നിങ്ങളങ്ങനെ എത്തിയത്, എങ്ങനെയാണ് അവിടെ നിൽക്കേ ആ ഓലെടുത്ത് എങ്ങനെയാണ് ആ ഒരു പിന്നെ സ്റ്റേജിൽ നിങ്ങൾ എത്താണ്ടായ കാരണം, ആരായിട്ടാണ് നമ്മൾ കോണ്ടാക്ട് ചെയ്യേണ്ടി എന്നൊക്കെ ചോദിച്ചു കേട്ടോ. ഒരു വി ക്രിയേഷൻ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിലാണ് ഞാൻ ആദ്യം തന്നെ ജോയിൻ ചെയ്തത്. ഞാൻ ജോയിൻ ചെയ്ത് കുറച്ച് കഴിഞ്ഞ് എനിക്ക് മൊബൈലിൽ സ്റ്റോറേജിൻ്റെ ഇഷ്യൂ കാരണം ഞാൻ അതിന് ഒഴിവായി. പിന്നെ ഞാനൊരു ഗ്രൂപ്പിൽ വന്നത് ഡ്രീം ക്രിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗ്രൂപ്പിലാണ് കേട്ടോ. അങ്ങനെ ആ ഗ്രൂപ്പിൽ ഞാൻ ജോയിൻ ചെയ്തു. ഞാൻ ജോയിൻ ചെയ്തതല്ല, അവരെന്നെ ആഡാക്കിയതാണ്. അങ്ങനെ അവിടെ നിന്ന് പറഞ്ഞു വി ക്രിയേഷൻ്റെ മീറ്റപ്പ് ഉണ്ട്, അത് 16-ാം തീയതി. ഡ്രീം ക്രിയേഷൻ്റെ മീറ്റപ്പ് ഉണ്ട്, അത് 26-ാം തീയതി എന്നൊക്കെ പറഞ്ഞു.
അങ്ങനെ ഞാൻ ഈ 2 ഗ്രൂപ്പിലും ഞാൻ കുഴപ്പമില്ല, എനിക്ക് ഞാനുണ്ട്, 2 ഗ്രൂപ്പിലും ഞാനുണ്ട്. പക്ഷേ എനിക്ക് അടുത്ത് ഏത് ഗ്രൂപ്പാണോ അടുത്ത് പരിപാടി വെക്കണേ ആ ഗ്രൂപ്പിലേക്കാണ് ഞാൻ പോയത്. അപ്പോൾ ഡ്രീം ക്രിയേഷൻ്റെ ഗ്രൂപ്പിലേക്കാണ് അവിടുത്തെ പരിപാടിക്കാണ് ഞാൻ പോയത് കേട്ടോ. അങ്ങനെ പറയണതെന്ന് വെച്ചാൽ ഞാനുള്ളത് ഞാൻ 2ലും ഉണ്ട്. ഞാൻ വി ക്രിയേഷനിലും ഉണ്ട്, ഡ്രീം ക്രിയേഷനിലും ഉണ്ട്. ഇനി ഡ്രീം ക്രിയേഷൻ ഇനിയിപ്പോൾ പുതിയതായിട്ടൊരു ഇപ്പം അടുത്ത് തന്നെ ഒരു ഇതും കൂടി വെക്കുന്നുണ്ട്, ഒരു മീറ്റപ്പും കൂടി വെക്കുന്നുണ്ടെന്ന് അവിടെ നിന്ന് പറഞ്ഞ ആൾ നമ്മളെ ജംഷീർ മഞ്ചേരിയാണ്, അവൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് പിന്നെ എങ്ങനെ ഇപ്പോൾ ആരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ എനിക്കറിയില്ല. പിന്നെ എൻ്റെ നമ്പർ എല്ലാവർക്കും അറിയൊന്നുമില്ലല്ലോ. ഏതായാലും ലൈവിലോ അല്ലെങ്കിൽ എൻ്റെ കമൻറ്റിലോ ഒക്കെ അറിയിച്ചാൽ മതി, ഞാൻ അതിനൊരു പരിഹാര മാർഗം ഉണ്ടാക്കി തരണ്ട്. പിന്നെ ഞാൻ അങ്ങനെയാണ് കേട്ടോ, എന്നെ ആരോ ചേർത്തിയതാണ്, എൻ്റെ ഏതോ ഫ്രണ്ട്സുകൾ ചേർത്തിയതാണ്. അങ്ങനെ ഞാൻ കയറിയപ്പോൾ എൻ്റെ താഴെയുള്ള ഉമ്മീസിനെ അനസ്മോനുവിനെ അവരൊക്കെ ഞാനും കയറ്റി. പക്ഷെ അവരാരും ഇതിന് വന്നില്ല. എനിക്കിവിടെ തൊട്ടടുത്തിന് ചേളാരി, ഞാൻ വേങ്ങരയും അത് ചേളാരിയല്ല, അപ്പോൾ എനിക്ക് പോകാൻ നല്ല സുഖമാണ്. അങ്ങനെ ഞാൻ പോയി. അപ്പോൾ അവിടുന്ന് എല്ലാവർക്കും പിന്നെ ഈ ഒരു ഡ്രീം ക്രിയേഷൻ്റെ ഇതെന്താ വെച്ചാൽ ഒരു ജാടയില്ല കേട്ടോ. ആരോ ഒരാൾ എൻ്റെ വീഡിയോൻ്റെ അടിയിൽ കമൻ്റ് ഇട്ടു, ജാടക്കാരുണ്ട്, ഞാനും പോയിരുന്നു, ചില ആൾക്കാർക്കൊക്കെ ജാടാന്ന്. പക്ഷെ ഞാനവിടെ ആർക്കും ജാടൊന്നും കണ്ടില്ല. ഞാൻ വന്ന ആൾ ഇന്നെ കണ്ടിട്ട് ഞാൻ മിണ്ടാഞ്ഞിട്ടാണോ, എനിക്ക് ആളറിയില്ലല്ലോ, അതുകൊണ്ടാണല്ലോ ഞാൻ മിണ്ടാത്തത്. പക്ഷെ എന്താണെന്നൊന്നും അറിയില്ല, ഭയങ്കര ജാടുണ്ടായിരുന്നു എന്ന് കമൻ്റ് ഉണ്ടായിരുന്നു. ഏതായാലും അവിടെ ജാടില്ല. പിന്നെ ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ അവരവിടെ യൂട്യൂബറാണ്. ആ ഒരു മീറ്റപ്പ് എന്ന് എനിക്കതാണ് മനസ്സിലായത്. അവിടെ മോണി ആവാന്നില്ല, പൈസ വാങ്ങണമെന്നില്ല, 1K വേണമെന്നില്ല. ഒരു 2, 3, 4, 10 സബ്സ്ക്രൈബർ ആയാലും യൂട്യൂബറാണ്. അവിടെ ജോയിൻ ആണോ എന്നാൽ നമുക്കവിടെ സ്ഥാനമുണ്ട്. അത്രക്കും നല്ല ഒരു മീറ്റപ്പായിരുന്നു. ആ മീറ്റപ്പിനെ പറ്റി പറഞ്ഞാലൊന്നും തീരൂല. ശരിക്കും ആ മീറ്റപ്പ് നേരിൽ കാണണം. അവിടെ പിന്നെ എന്ത് ചെയ്യാം, അവിടെ പോയി അനുഭവിക്കണം. ഷാജിയും 5 മക്കളും ഉണ്ടായിരുന്നു. അടിപൊളിയായിട്ട് അവർ ഡാൻസ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ മക്കളും തന്നെ ഉഷാറായിട്ട് കളിച്ചു. നല്ല ഹാപ്പി ആയിട്ട് നമുക്ക് ആ ഒരു മീറ്റപ്പ് അവസാനം വരെ അതിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടോ. അപ്പോൾ ഇവിടെ അടുത്തായതുകൊണ്ടാണ് ഞാൻ അത്രയും സമയം നിന്നതൊക്കെ. മറ്റേ ആടുകളെയും കുട്ടികളെ ഇട്ടിട്ടൊന്നും ഞാൻ അത്ര സമയം നിൽക്കില്ല. അടുത്തായിരുന്നു. പിന്നെ മോളെ ഇവിടുന്ന് അങ്ങോട്ട് വിളിച്ച് ഞാൻ നാത്തൂൻ്റെ വീട്ടിലാണ് നിന്ന് ഇങ്ങോട്ട് വന്നില്ല. അപ്പോൾ എല്ലാവരും ചോദിച്ചു നിങ്ങളെങ്ങനെ അവിടെ എത്തിയത്. എല്ലാവർക്കും ആഗ്രഹമുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഒരുപാട് ആൾക്കാർ പേഴ്സണലായിട്ട് കോണ്ടാക്ട് ചെയ്തു. എന്നെ ലിയത്ത എന്നാണല്ലോ വിളിക്കൽ. ലിയത്ത എനിക്ക് വരണം ആ ഗ്രൂപ്പിലേക്ക്, നിങ്ങൾ പോയതുപോലെ നല്ലൊരു വേദിയിൽ എനിക്ക് എത്തിപ്പെടാൻ ആഗ്രഹമുണ്ട്. എങ്ങനെയാണ് അവിടെ എത്തിയെന്നാണ് ചോദിച്ചത്. ഞാൻ എത്തി എങ്ങനെയാണ്, ആരോ ഒരു ഫ്രണ്ട്സിനെ ഒരു ഗ്രൂപ്പിൽ ചേർത്തി. ആ ഗ്രൂപ്പ് 2ആയി ഭാഗം വെച്ചു. അതിൽ ഡ്രീം ക്രിയേഷനിലും ഞാനുണ്ട്, വി ക്രിയേഷനിലും ഞാനുണ്ട്. അങ്ങനെ ഇപ്പോൾ 2 ഗ്രൂപ്പിൽ ഞാനുണ്ട്. ഇപ്പം വി ക്രിയേഷൻ നടത്തിയ ഗ്രൂപ്പിലെ ആ ഗ്രൂപ്പിൻ്റെ അവിടെ ചേർന്നവർ ഇതിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ചേർന്നവർ അയക്കും പോയിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് പുലാമന്തോളിലായിരുന്നു അവരൊരു മീറ്റപ്പ്. അല്ലെങ്കിൽ പോവാൻ പറ്റിയില്ല, കുറച്ച് ദൂരമാണ് ഇവിടുന്ന്. മറ്റവിടെ അടുത്തായതുകൊണ്ട് ഞാൻ പോയി. അങ്ങനെയാണ് ഞാൻ അവിടെ എത്തിപ്പെട്ടത്. എനിക്ക് നല്ലൊരു മൊമെൻറ്റോ കിട്ടി. അതിലുള്ള അഡ്മിൻസ് ആയിക്കോട്ടെ എല്ലാവരും നല്ല സ്വഭാവം, നല്ലതായിരുന്നു. പാവാണ്, നല്ല കഷ്ടപ്പാടുണ്ട് അതിൻ്റെ ബാക്കിൽ കേട്ടോ, അങ്ങനെ ഒരു മീറ്റപ്പ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്ര തന്നെയുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വെറും ഒരു വീഡിയോ ആണ്, നമ്മൾ കല്യാണത്തിന് പോകാൻ നേരത്തെ ഒരു വീഡിയോ എടുത്തത് മാത്രം. ഇനി നമ്മൾ അടുത്ത വീഡിയോ കല്യാണ വീഡിയോ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കണ്ട്, ഇല്ലെങ്കിൽ ഇത് നിങ്ങൾ കല്യാണത്തിന് പോകാൻ ഒരുങ്ങിയതാണെന്ന് മനസ്സിലാക്കിയിട്ട് എൻ്റെ വീഡിയോ കാണാം. അപ്പോൾ നമ്മൾ വൈകിട്ടപ്പല്ലേ. അപ്പോൾ എല്ലാവർക്കും ബായ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അത് ഞാൻ പറഞ്ഞു.
എന്നായിക്കോട്ടെ എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.